നമസ്കാരം. വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് 30 ലക്ഷം തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. കേസിലാകെ 4 പ്രതികളാണ് ഉള്ളത്. സംഘത്തിൽ മുൻപ് സമാന തട്ടിപ്പിന് ജയിൽവാസം അനുഭവിച്ച യുവതിയുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അഞ്ചാലുമൂട് സ്വദേശി അൽത്താഫാണ് പിടിയിലായത്. കൊല്ലം ചിതറയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ മാർച്ചിലാണ് തട്ടിപ്പ് നടന്നത്. പൂർണ്ണ ഗർഭിണിയായ രമ്യ എന്ന യുവതിയാണ് മാർച്ച് 4-ന് പണം ഇടപാട് സ്ഥാപനത്തിലെത്തി സ്വർണം പണയം വെച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിലും സമാനമായ രീതിയിൽ രമ്യ പണയം വെച്ച് പണം വാങ്ങി. തുടർന്ന് കഴിഞ്ഞ 13-ന് വീണ്ടും സ്ഥാപനത്തിലെത്തിയ രമ്യ പ്രസവത്തിന് പോകാനാണെന്നും കൊട്ടാരക്കരയിൽ വീടിന്റെ പണി നടക്കുന്നു എന്നും പറഞ്ഞും കൂടുതൽ ഉരുപ്പടികൾ പണയം വച്ചു. ഫിനാൻസ് സ്ഥാപനത്തിലെ പരിശോധനയിൽ യാതൊരുവിധ സംശയവും തോന്നിയിരുന്നില്ല. പിന്നാലെ രമ്യയുടെ ഭർത്താവ് നന്ദു എന്ന് പരിചയപ്പെടുത്തി അൽത്താഫ് ഫിനാൻസ് സ്ഥാപനത്തിലെത്തി. അവിടെ പണയം വെച്ചിരുന്ന സ്വർണത്തിന്റെ പലിശ എത്രയായി എന്ന് ചോദിച്ചു. ചിതറയിൽ വീട് നിർമ്മാണം നടക്കുകയാണെന്നും അതാണ് സ്വർണം പണയപ്പെടുത്തി പണം വാങ്ങുന്നതെന്നും ഫിനാൻസ് ഉടമയോട് പറഞ്ഞു. നേരത്തെ രമ്യ പറഞ്ഞത് കൊട്ടാരക്കരയിലാണ് വീട് നിർമ്മാണം നടക്കുന്നത് എന്നായിരുന്നു. നന്ദുവിന്റെ സംസാരത്തിൽ സംശയം തോന്നിയ സ്ഥാപനമുടമ പണയം ഉരുപ്പടികൾ കടയ്ക്കലിലെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി പരിശോധന നടത്തി. പരിശോധനയിൽ യഥാർത്ഥ സ്വർണം തന്നെയെന്നാണ് തെളിഞ്ഞത്. എന്നാൽ പണയം ഉരുപ്പടി മോഷണ മുതലാണോ എന്ന സംശയമുയർന്നു. സ്ഥാപനത്തിൽ നൽകിയ ആധാറിലെ അഡ്രസ്സിൽ അന്വേഷണം നടത്തി. എന്നാൽ ഇങ്ങനെയൊരു അഡ്രസ്സോ ആളോ ആ പ്രദേശത്തില്ലെന്ന് മനസ്സിലാക്കിയ ഫിനാൻസ് ഉടമ പണയം ഉരുപ്പടി കടയ്ക്കൽ ജ്വല്ലറിയിൽ കൊണ്ടുപോയി. കൂടുതൽ പരിശോധനയ്ക്കായി മുറിച്ചു നോക്കുമ്പോഴാണ് മുക്കുപണ്ടം ആണെന്ന് തിരിച്ചറിയുന്നത്. തുടർന്നാണ് ചിതറ പോലീസിൽ പരാതി നൽകുന്നതും. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ജനുവരിയിൽ അട്ടക്കുളങ്ങര സബ് ജയിലിൽ നിന്നും സമാനമായ കേസിൽ ജാമ്യത്തിലിറങ്ങിയ രമ്യയാണ് മുക്കുപണ്ടം പണയപ്പെടുത്തി ഇവിടെ നിന്ന് പണം തട്ടിയതെന്ന് കണ്ടെത്തിയത്. ഫിനാൻസ് സ്ഥാപനത്തിന് സമീപമുള്ള അഡ്രസ്സിൽ വ്യാജപ്പേരിൽ ആധാർ കാർഡ് ഉണ്ടാക്കിയതിനു ശേഷമാണ് സംഘം പണയം വയ്ക്കാനെത്തുന്നത്. ഫിനാൻസ് ഉടമയെ പരിചയമുള്ള രീതിയിൽ സംസാരിച്ച് കയ്യിലെടുത്ത ശേഷമാണ് പണയം വയ്ക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 3-ാം പ്രതി അൽത്താഫിനെ കൊല്ലത്ത് നിന്ന് പിടികൂടിയത്. ഇയാൾ അടിപിടി ഉൾപ്പെടെ സമാനമായ 9 കേസുകളിൽ പ്രതിയാണ്. ഒളിവിലുള്ള രമ്യ ഉൾപ്പെടെ ബാക്കി 3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. എവിടെ റിമാൻഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കൊട്ടാരക്കര ആയിരിക്കത്തില്ല, അവരും പറയുന്നു.